ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടൊക്കെ വന്നിരിക്കുന്നത്. കാര്യം നമ്മളെപ്പോഴും ഈ എഡ്യൂക്കേഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്നോർത്ത് നിങ്ങൾക്ക് ഡൗട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഒരു കുറച്ച് യൂറോപ്പിന്റെ കുറച്ച് ഞാൻ ഇവിടെ ആദ്യമായിട്ട് അപ്പോൾ അതിന്റെ കുറച്ച് ഏരിയകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മുടെ നാടും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ക്രോസ്ഡ് ക്യാൻ ഐ വിച്ച് ടൈം 4 o'clock. നമ്മളിപ്പോ ഒരു ബോട്ട് കാണാനൊക്കെ ഷിപ്പ് കാണാൻ വേണ്ടി പോയതാ, പക്ഷെ ക്ലോസ്ഡ് ആയി. പുള്ളിനെ ഇറക്കി വിട്ടല്ല കേട്ടോ, നമ്മള് മാന്യമായിട്ട് തന്നെ പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് മാൾട്ടയിൽ വല്ലറ്റയിലാണ്. വല്ലറ്റയിലെ ഏതാനും നല്ല മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണ് നമുക്ക് കമ്പയർ ചെയ്യാം. കണ്ടു കഴിഞ്ഞാൽ ഒരു സൈഡ് കണ്ടാൽ യൂറോപ്പ്, ഒരു സൈഡ് കണ്ടാൽ ഗൾഫ്. ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. യൂറോപ്പിന്റെ ഒരു ഭംഗി കിട്ടണമെങ്കിലും ഗൾഫിന്റെ പകുതി ഗൾഫും പകുതി യൂറോപ്പ് അങ്ങനെ നമുക്ക് പറയാം. ആ ഒരു ഭംഗി ഇവിടെ ശരിക്കും ഉണ്ട് കേട്ടോ. പകുതി ഗൾഫ് പകുതി യൂറോപ്പ്. അതായത് നമുക്ക് യൂറോപ്പിൽ പോകണമെങ്കിൽ നമ്മൾ ഒരു ഏരിയയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പാണ്, ഗൾഫിലോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് മാറിയാൽ ഗൾഫാണ്. അത് അവിടെയൊക്കെ. അപ്പോൾ ശരിക്കും ഇത് യൂറോപ്പാണ്. എന്നാൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഫീലും നമുക്ക് ഇവിടെ കിട്ടും ശരിക്കും. ഗൈസ്, ഇത് ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ. ബാങ്ക്, അതായത് നമ്മുടെ ഈ ക്യാഷ് ഒക്കെ ബാങ്കില്ലേ നമ്മുടെ നാട്ടില്, ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഈ ഒരു സെറ്റപ്പാണ്, അത്രയുള്ള വ്യത്യാസം. ഇതൊക്കെയാണ് ഒരു പകുതി ഗൾഫ് പകുതി യൂറോപ്പ് എന്ന് പറയാം. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകതയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും ഇതേ കളറാണ്. നമുക്ക് ചുമന്ന കളറോ നീല കളറോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. എല്ലാം ഇതേമാതിരി മഞ്ഞ കളർ. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വീട് തന്നെ മാറിപ്പോവും, ഏത് വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരും കുറ്റം കുറവൊന്നും കണ്ടുപിടിക്കരുത്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ ഇങ്ങനെ വ്ളോഗുകളൊന്നും ചെയ്യാറില്ല. എന്നാലും ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കാണിക്കണം. നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് നേഴ്സിംഗ് കഴിഞ്ഞാണല്ലോ, അപ്പോൾ ഈ ഒരു നേച്ചറിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരും ഉണ്ടാവും. ഇതും ഇവിടുത്തെ വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പുറം ഇപ്പുറമായിട്ട് പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ വായിക്കാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അതാണ് ഒരു ഹൈലൈറ്റ്. 2 ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം യൂറോപ്പിൻ്റെയും ഒരെണ്ണം മാൾട്ടയുടെയും. ഇന്നിങ്ങനെ കുറേ നടക്കാനുണ്ട്. ഒരു ഷിപ്പ് ഉണ്ട്, ഷിപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു പരാക്രമത്തിലാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ, ബസ് വരെ തന്നെയാണ്. നാട്ടിൽ ബൈക്കൊക്കെ ഓടിച്ച് നടന്ന് അതിൻ്റെ ഒരു ഇത് ബൈക്കൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല. പുള്ളിനെ ഇറക്കി വിട്ടുണ്ട്. നമുക്ക് ലാസ്കാരിസ് വാർ റൂംസിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പുള്ളി വീണ്ടും ഇറക്കി വിടും. ഇതാണ് ലാസ്കാരിസ് വാർ റൂം. കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ലാസ്കാരിസ് വാർ റൂമിൽ അങ്ങനെ ഒന്നും തന്നെ കാണാണ്ടായില്ല. ജസ്റ്റ് കുറച്ച് സീ വാട്ടറും കുറച്ച് ബിൽഡിങ്സും പിന്നെ ഷിപ്പ്, അത്രേ ഉണ്ടാകുന്നുള്ളൂ. എന്നാലും പുള്ളി ഇറക്കി വിട്ടിട്ട് പക്ഷെ ഇവിടെയൊക്കെ വരാനൊരു റിസ്ക്. കാരണം തിരിച്ച് കയറി ചെല്ലുമ്പോൾ യൂറോസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യൂറോസ് കണ്ടിട്ട് യൂറോസ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെയാണ്, എല്ലാം ഒരുപോലത്തെ ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഒരേ കളർ മഞ്ഞ ഇവരുടെ ഫേവറേറ്റ് ആണ്. ഇതാണ് വല്ലറ്റയിലെ ഏറ്റവും വലിയ ക്രൗഡ്. ഇവിടുത്തെ ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഇപ്പം സമയം 4:30 ആയി. ഉച്ച സമയത്ത് വൈകുന്നേര സമയത്തൊക്കെ നല്ല ക്രൗഡാണ് ഇവിടെ. ഞാൻ ഉച്ചയ്ക്ക് വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പോൾ വെയിലില്ല, ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ണു കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ്. ഇപ്പോൾ തിരക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന പുതിയ സ്ഥലം. കുഴപ്പമില്ല, കൊള്ളാം. മഞ്ഞ് വീഴൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. രാത്രി നല്ല തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു സ്ഥലത്തൊക്കെ പോകും. ഇവിടെ ഉണ്ടല്ലോ ബസ് ടിക്കറ്റ് ഫ്രീയാണ്, നമുക്ക് പൈസ കൊടുക്കാണ്ട് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. അങ്ങനെ ഒരു ഗുണം ഇവിടെ ഉണ്ട്.